ഹായ് ട്രേഡേഴ്സ്, നമ്മൾ ഇന്നൊരു ക്വിക്ക് ടിപ്പാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ട്രേഡിംഗ് ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ടിപ്പാണ്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു സെറ്റപ്പ്, ഹൈ ക്വാളിറ്റി, നല്ലൊരു പ്രോബബിലിറ്റി ഉള്ളൊരു സെറ്റപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ലോ ക്വാളിറ്റി സെറ്റപ്പ്സ് ഫിൽട്ടർ ചെയ്ത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്ന പോലെ സ്റ്റോക്കിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സിമ്പിൾ ട്രിക്കാണ്. ബട്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വരും. സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും എൻ്റെ ഒരു ലൈവ് ട്രേഡ് വീഡിയോസിലെല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. സോ അത് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട് നോക്കാം. ഓക്കെ, നിഫ്റ്റി 50യുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ആക്ഷനാണ്. നല്ലൊരു രാവിലെ ഒരു ഫോള് തന്നു. അറൗണ്ട് 200 പോയിൻറ്റ്സിൻ്റെ ഫോള് നിഫ്റ്റി തന്നു. എന്നിട്ട് ആ ഒരു ലെവലിൽ നിന്ന് ആ ഒരു ലോ നിന്ന് 300 പോയിൻറ്റോളം റിക്കവറി, പിന്നെ ഒരു ഫോള്. ഓക്കെ, സോ നല്ലൊരു വോളറ്റൈൽ ഡേ ആയിരുന്നു ഇന്ന് നടന്നത്. ഇപ്പം രാവിലത്തെ ഓപ്പണിംഗ് കഴിഞ്ഞു, ഫോൾ, പിന്നെ ഒരു റിവേഴ്സൽ, നല്ല രീതിയിൽ റിവേഴ്സൽ വന്നു, പിന്നെയും അവിടെ നിന്ന് വീണ്ടും ഒരു റിവേഴ്സൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പ് ഓർത്തിരിക്കുക, ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ ഷേപ്പ്. ഓക്കെ, പ്രൈസ് മൂവ് ചെയ്ത ഒരു ട്രജക്ടറിയാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കുവാണെങ്കിൽ രാവിലെ ഓപ്പൺ ചെയ്ത് 9:15 തൊട്ട് എക്സാക്ട്ലി 11 മണി 11:10 വരെ. ഓക്കെ, ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിലാണ്. 11:15 വരെ ഈ ഒരു ലോ മേക്ക് ചെയ്തു. ഇന്നത്തെ ഡേ ലോ മേക്ക് ചെയ്തത് 11:15-നാണ്. പിന്നെ ഒരു ഹ്യൂജ് റാലി നടന്നു, 300 പോയിൻറ്റ്സ് മേലെ. എന്നിട്ട് ഹൈ ഉണ്ടാക്കിയത് ഈ ഒരു ലെവൽ ഉണ്ടായി. ഇന്നത്തെ ഏറ്റവും ടോപ്പ് ഹൈ ഉണ്ടാക്കിയത് 1:30 തൊട്ട് 2 മണി വരെയാണ്. സോ 30 മിനിറ്റ്സോളം ഈ ഒരു ഹൈയിലുണ്ടായിരുന്നു. ഓക്കെ, സോ അത് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് 11 മണി തൊട്ട് 11:15 വരെ ഇന്നത്തെ ഒരു ലോ ഉണ്ടാക്കി അവിടുന്ന് റിവേഴ്സലാണ് സംഭവിച്ചത്. പിന്നെ 1:30 തൊട്ട് 2 മണി വരെ ഇന്നത്തെ ഒരു ഹൈ ഉണ്ടാക്കി അവിടുന്ന് റിവേഴ്സൽ സംഭവിച്ചു. ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ബജാജ് ഫിനാൻസ് നോക്കാം. വെരി ഇൻട്രസ്റ്റിംഗ്. എന്താ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? സെയിം പാറ്റേൺ. ഒരു ലോ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തു, ലോ ഉണ്ടാക്കി, പിന്നെ നല്ലൊരു റാലി നടത്തി, ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തു ആൻഡ് ഫോൾ. ഓക്കെ, സോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫോൾ വന്നത്? ഇതേ ഒരു പാറ്റേൺ, നിഫ്റ്റിയുടെ അതേ പാറ്റേൺ ആണ്, ഏതാണ്ടൊക്കെ സിമിലർ ആണ് ബജാജ്. ഓക്കെ, അപ്പം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 11 മണി തൊട്ട് 11:15 വരെയാണ് നിഫ്റ്റി ഡേ ലോ മേക്ക് ചെയ്തത്. അപ്പം ബജാജ് നോക്കുവാണെങ്കിൽ 11 മണി. ഓക്കെ, ഇതാണ് 11 മണി. 11:15 എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പോട്ട്. ഓക്കെ, ഈ ഒരു ലെവലിൽ തന്നെയാണ് ബജാജും ഡേ ലോ മേക്ക് ചെയ്തത്. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വീണ്ടും റീകോൾ ചെയ്താൽ നിഫ്റ്റി ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു റാലി നടത്തി ഒരു ഹൈ ഉണ്ടാക്കിയ സമയം 1:30 തൊട്ട് 2 മണി വരെയാണ്. എക്സാക്ട്ലി 1:30-ക്കാണ് ആ ബജാജ് ഫിനാൻസ് ഡേ ഹൈ മേക്ക് ചെയ്തത്. 1:30 തൊട്ട് 2 മണി വരെ ആ ഒരു ഏരിയയിലായിരുന്നു ബജാജ് ഫിനാൻസ്. എന്നിട്ടാണ് ഒരു ഫോൾ വന്നത്. ഓക്കെ, സോ ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് നോക്കുവാണെങ്കിൽ ബജാജ് ഫിനാൻസ്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഇട്ട് നോക്കാം. സോ സൈഡ് ബൈ സൈഡ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ടിറ്റോ ആണ് ബജാജ് ഫിനാൻസും നിഫ്റ്റിയും. മൂവ്മെൻ്റ് അല്ല, ടൈമും അതേ സമയത്ത് ബജാജ് സപ്പോർട്ട് എടുത്ത സമയത്ത് തന്നെയാണ് നിഫ്റ്റിയും സപ്പോർട്ടിലായത്. ബജാജ് റെസിസ്റ്റൻസ് ഒരു സപ്ലൈ വന്ന സമയത്ത് തന്നെയാണ് നിഫ്റ്റിയും സപ്ലൈ ആയത്. സ്ക്രീനിൽ കാണുന്ന ക്രോസ് ഹെയർ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ കറക്റ്റ് 11 ഇന്ന് ബജാജ് ഫിനാൻസിൻ്റെ സപ്പോർട്ട് ഏറ്റവും ലോ നോക്കുന്ന സമയത്ത് തന്നെയാണ് നിഫ്റ്റിയുടെ ഡേ ലോ വന്നത്. അതുപോലെ തന്നെ റിവേഴ്സൽ വന്ന സമയത്ത് തന്നെയാണ് നിഫ്റ്റിയുടെ ഡേ ഹൈയും വന്നത്. ഓക്കെ, സോ ഏതാണ്ട് ഡിറ്റോ മൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പം വേറൊരു സ്റ്റോക്ക് നോക്കാം. നമുക്ക് ബജാജ് ഫിനാൻസ് നോക്കി, നമുക്ക് ബാങ്കിങ് സെക്ടർ നോക്കാം. HDFC ബാങ്ക് നോക്കാം. ഓക്കെ, അവിടെയും ഏതാണ്ട് സെയിം പാറ്റേൺ. രാവിലെ ഒരു ഫോള്,
പിന്നെ ഒരു ഡേ ലോ മേക്ക് ചെയ്തു, പിന്നെ അത് റിക്കവറി നടത്തി ഡേ ഹൈയിൽ അവിടെ എത്തി, നല്ലൊരു പുൾ ബാക്ക്, നല്ലൊരു അപ്പ് സൈഡ് റിവേഴ്സൽ റാലിയാണ് വന്നത്, ഹൈ മേക്ക് ചെയ്തു, പിന്നെ ഫോള്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടൈം നോക്കാം. 11:15 തൊട്ട് 11:30 വരെ തന്നെയാണ് ആ ഒരു ഡേ ലോ മേക്ക് ചെയ്തത്. അതേ സമയത്ത് തന്നെയാണ് നിഫ്റ്റിയും ഡേ ലോ മേക്ക് ചെയ്തത്. അതുപോലെ തന്നെ 1:30 തൊട്ട് 2 മണി വരെ തന്നെയാണ് ഡേ ഹൈ മേക്ക് ചെയ്തത്. ആ റിവേഴ്സലിൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നിഫ്റ്റിയുടെ അതേ പാറ്റേൺ, സെയിം പാറ്റേൺ. അപ്പോൾ HDFC ബാങ്ക്. ഇനി നമുക്ക് വേറൊരു സ്റ്റോക്ക് നോക്കാം, ഗ്രാസിം. ഓക്കെ, അപ്പം ഈ ഒരു 3 കമ്പനിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, പല സെക്ടേഴ്സാണ്. സോ സെയിം സ്റ്റഫ്, സെയിം പാറ്റേൺ, സെയിം ടൈം. ഓക്കെ, ഞാൻ അതേ ഒരു ടൈം തന്നെയാണ് 11:15 തൊട്ട് 11 മണി തൊട്ട് 11:15 വരെയാണ് ഡേ ലോ. അതുപോലെ തന്നെ 1:30 തൊട്ട് 2 മണി വരെയാണ് ഡേ ഹൈ. അപ്പോൾ സോ നിഫ്റ്റി സപ്പോർട്ടിലായ സമയത്ത് തന്നെ എങ്ങനെ ഗ്രാസിമും HDFCയും ബജാജും എല്ലാം സപ്പോർട്ടിലായി. ഈ 3 കമ്പനി തമ്മിലും വലിയ ബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ നിഫ്റ്റി റിവേഴ്സ് ചെയ്ത സമയത്ത് തന്നെ ഈ 3 കമ്പനി ഒരുമിച്ച് എങ്ങനെ റിവേഴ്സായി. അപ്പോൾ നിങ്ങളിങ്ങനെ കുറേ ടോപ്പ് കമ്പനീസ് എല്ലാം, നിഫ്റ്റിയിലെ വെയിറ്റേജ് ഉള്ള കമ്പനീസ് എല്ലാം നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു മെജോറിറ്റി കമ്പനീസും ഇതേ ഒരു പാറ്റേൺ ആയിരിക്കും ഇന്ന് ഫോളോ ചെയ്തേക്കുന്നത്. അപ്പം ഈ കമ്പനീസ് തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും കാണത്തില്ല, ഫണ്ടമെൻ്റലി ഒരു ബന്ധവും കാണത്തില്ല. ഇതെല്ലാം മാനിപ്പുലേഷൻ്റെ ഭാഗമാണ്. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്ഷൻ സെല്ലേഴ്സ്, ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് നിഫ്റ്റി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ നിഫ്റ്റിയിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്സ് ഒരേ സമയത്ത് ഇപ്പം ബൈ ചെയ്യും. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് എത്താൻ നേരത്തെ അവർ സെല്ല് ചെയ്യും. അപ്പോൾ അതേ സമയത്താണ് ഇങ്ങനെ ഒരു പാറ്റേൺ വരുന്നത്. സോ ചില ദിവസങ്ങളിൽ നിങ്ങൾ നിഫ്റ്റിയുടെ ചാർട്ടും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ചാർട്ടിലെല്ലാം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെയിം ഇതുപോലത്തെ പാറ്റേൺസ് ഒക്കെ കാണാൻ കഴിയും. സോ ഇത് നമുക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താം? ഈസിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പം ട്രേഡ് ചെയ്യുന്നത് ബജാജ് ഫിനാൻസിലാണ്. അപ്പം ബജാജ് ഫിനാൻസിൽ എനിക്കൊരു ബുള്ളിഷ് സിഗ്നൽ കിട്ടി. അതായത് ഞാൻ നോക്കുമ്പോൾ ഒരു നല്ലൊരു ബുള്ളിഷ് ട്രേഡ് സെറ്റപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കുന്നു. അതേ സമയത്ത് ഞാൻ നിഫ്റ്റി നോക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവ് ട്രേഡിംഗ് സെക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ നിഫ്റ്റിയും സൈഡ് ബൈ സൈഡ് നോക്കിയിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്നെന്ന് വിചാരിക്കാം. ഈ ഒരു സെറ്റപ്പ് ഞാൻ എനിക്ക് പല ഇൻഡിക്കേഷൻസ് കിട്ടി. ബൈ സൈഡാണ്, സപ്പോർട്ടിലാണ്, ഒരു നല്ലൊരു പാറ്റേൺ കിട്ടി, ഫിബൊനാച്ചി ലെവൽസ് എല്ലാം അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ബൈ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കിട്ടി. പക്ഷേ സെയിം ടൈം നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈൻ, ഒരു മേജർ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഡൗൺ സൈഡ് പ്രൈസ് മൂവ്മെൻറ്റിന് ചാൻസ് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, ഡൗൺ സൈഡ് ബ്രേക്ക് ഔട്ട് തന്നു, റീട്രേസ്മെൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യും, ബുള്ളിഷ് ട്രേഡ് അവോയ്ഡ് ചെയ്യും. കാരണം 9 out of 10 ടൈംസ് ഈ ഒരു ട്രേഡ് ഫെയിൽ ആവും. ഈവൻ തോ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നാൽ കൂടി നിഫ്റ്റി ഫോൾ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഈ ഒരു ട്രേഡും ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയിട്ട് നിഫ്റ്റിയുടെ കൂടെ താഴോട്ട് വരും. നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ട്, ഇപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ഏത് സ്റ്റോക്ക് ആയാലും നിങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റും. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എത്ര നല്ല സെറ്റപ്പ്, നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സെറ്റപ്പ്. നമുക്ക് എത്ര നല്ല ട്രേഡ് സെറ്റപ്പ്സ്, മൾട്ടിപ്പിൾ ടച്ചസ് കിട്ടിയ ഇയർലി സപ്പോർട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ചില സമയത്ത് നിഫ്റ്റി ഫോളോ ആവുന്ന നേരത്ത് ആ സപ്പോർട്ടെല്ലാം ബ്രേക്ക് ചെയ്ത് എല്ലാം താഴോട്ട് വരും. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിലും നിഫ്റ്റിയും കൂടി ഒന്ന് നോക്കുക. നിഫ്റ്റി കൂടി നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രേഡ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഇന്ന് ഈ ഒരു ഫോള് മുതലെടുത്തിട്ടാണ് ഞാൻ ബജാജ് ട്രേഡ് ചെയ്തത്. സോ ഈ വീക്ക് എനിക്ക് ലൈവ് ട്രേഡ് കാണിക്കാൻ പറ്റിയില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ടൈം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ നമുക്ക് കുറേ ബാഡ് ട്രേഡ്സ് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. ലോ പ്രോബബിലിറ്റി ട്രേഡ്സ് നമുക്ക് ഈ ഫോൾസ് ബ്രേക്ക് ഔട്ടിൽ നിന്നൊക്കെ ഒരുപാട് തവണ നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. നിഫ്റ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ബെയറിഷ് പാറ്റേൺ അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുള്ളിഷ് ട്രേഡ് അവോയ്ഡ് ചെയ്യുക.
എന്ന് വെച്ച് ബുള്ളിഷ് സെറ്റപ്പ് കിട്ടിയിട്ട് പോയി സെല്ല് ചെയ്യാനല്ല, അങ്ങനെയല്ല. നിഫ്റ്റി മാത്രം നോക്കി ട്രേഡിങ് ചെയ്യരുത്. നിങ്ങൾ അനാലിസിസ്, നിങ്ങൾ ഏത് സ്റ്റോക്കിലാണ് ചെയ്യുന്നത്, ആ ഒരു സ്റ്റോക്കിൻ്റെ നിങ്ങളുടെ ബയാസ്, നിങ്ങൾ ഏത് സൈഡിലോട്ടാണ്, ബൈ ആണോ സെല്ലാണോ, അത് നിഫ്റ്റിയും കൂടി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ട്രേഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാതെയാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടി ഒന്ന് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറേ ബാഡ് ക്വാളിറ്റി ട്രേഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും സൈഡ് ബൈ സൈഡ് നിഫ്റ്റിയുടെ ചാർട്ടും കൂടി ഇട്ടിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്കിനെ പറ്റി ഉള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈവ് ട്രേഡ് വീഡിയോസ് മൺഡേ തൊട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ സിസ്റ്റം ട്രേഡിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.